കർണാടക ആഭ്യന്തരമന്ത്രിയായ അദ്ദേഹം IT മന്ത്രി കൂടിയാണെന്ന് കേൾക്കുന്നു. ശ്രീ പ്രിയങ്ക് ഖാർഗെ നമ്മുടെ രാജ്യത്തെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ സംഘടനയുടെ തലവനോട് ചില കണക്കുകൾ ചോദിച്ചിട്ടുണ്ട്. 8 ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ശ്രീ മോഹൻ ഭഗവത്തിനോടാണ് എഴുത്തുമൂലം അദ്ദേഹം ഈ 8 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത്, RSS എന്ന സംഘടന ഔപചാരികമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. 2, സംഘടനയുടെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്, നിയമപരമായ അതിൻ്റെ പദവി എന്താണ്, വ്യക്തമാക്കുക. 3, അതിൻ്റെ വരുമാന സ്രോതസ്സുകൾ, ഫണ്ടുകൾ, സ്വത്തുവകകൾ, അതിനോടനുബന്ധിച്ച ചിലവുകൾ, ഇതിൻ്റെ കണക്ക് പരസ്യമാക്കാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ നികുതി അടക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. മറ്റ് സംഘടനയുടെ ഘടന ഏത് തരത്തിലുള്ളതാണ്, അതിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയാണ്, ശാഖകളുടെ പ്രവർത്തനം, മറ്റു വിവരങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്ര വലിയ സംഘടനയായിട്ടും ഒരു ഔദ്യോഗിക രജിസ്ട്രേഷൻ ഇല്ലാതെ ഏത് നിയമാടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശദീകരിക്കാനും ആവശ്യപ്പെടുന്നു. ട്രസ്റ്റുകൾ, NGOകൾ, കമ്പനികൾ എന്നിവ പോലെ RSSനും സുതാര്യതയും ഉത്തരവാദിത്വവും പാലിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. കർണാടക സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് BK ഹരിപ്രസാദും ഈ ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ തലവൻ ശ്രീ മോഹൻ ഭഗവത്ത് പ്രിയങ്ക് ഖാർഗെയുടെ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകാൻ തയ്യാറല്ല എന്നാണ് ആദ്യമേ അറിയിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം എന്താണെന്ന് നോക്കാം. മറുപടി നൽകേണ്ട കാര്യമില്ല, പക്ഷേ ഇതൊരു രഹസ്യ സംഘടനയല്ല. ഞങ്ങൾ തുറസായ മൈതാനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണമാണ്. ഇത്തരം ആരോപണങ്ങൾ മുമ്പും ഈ സംഘടന നേരിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഈ സംഘടന 2 തവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതുതന്നെ ഈ സംഘടനയെക്കുറിച്ചുള്ള സർക്കാരുകളുടെ നിലപാടിന് വ്യക്തമായ തെളിവാണ്. ആ 2 തവണയും ആ നിരോധനം നീക്കി എന്നുള്ളത് ഇതിനുള്ള അംഗീകാരവുമാണ്. ഹിന്ദുമതം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്ട്രേഷൻ ഇല്ലാത്തതിനാൽ ഒരു സംഘടനയും നിയമവിരുദ്ധമായിട്ടുമില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്നറിയാത്തവർ നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഇന്നത്തെ ഇന്ത്യയുടെ ഭരണം തന്നെ നടത്തുന്നവരാണ്. മാത്രമല്ല, അതിന് വിദേശത്ത് ധാരാളം അനുയായികളും അവരുടെയൊക്കെ സഹകരണവും ഈ സംഘടനക്കുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് സാധാരണ നിലക്ക് ഇവിടെ എല്ലാ പ്രസ്ഥാനങ്ങളും ഭരണഘടനാനുസൃതമായി അതിനു വിധേയമായി അതിൻ്റെ നിയമങ്ങളനുസരിച്ച് രജിസ്ട്രേഷനോ നിയമങ്ങളുമായിട്ടുള്ള പ്രതിബദ്ധതയോ പുലർത്തുന്നവയാണ്. എന്നാൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അതിൻ്റെ തലവൻ അവകാശപ്പെടുന്നത്. ഏതായാലും അത് സ്ഥാപിക്കപ്പെട്ടിട്ട് 1925 മുതൽ ഹെഡ്ഗേവാർ അതിനെ സ്ഥാപിച്ച ശേഷം ഇപ്പോൾ 101 വർഷം തികഞ്ഞിരിക്കുകയാണ് 2026. ഈ കാലം അത്രയും 101 വർഷമായി രാജ്യത്ത് ഇത് പ്രവർത്തിച്ചു വരികയാണ്. അവർ പറയുന്നത് ബ്രിട്ടീഷ് കാലത്ത് പോലും ഇങ്ങനെ ചോദ്യം ഉണ്ടായിട്ടില്ല, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നീട് 1947 ഇന്ത്യ സ്വതന്ത്രയായി കോൺഗ്രസ് ഭരണത്തിലേറി. അതുമുതൽക്ക് ഇങ്ങോട്ട് കോൺഗ്രസ് പല ഘട്ടങ്ങളിലായി ടോട്ടൽ 54 വർഷം ഈ രാജ്യം ഭരിക്കുകയുണ്ടായി. അന്നൊന്നും ഉയർത്താത്ത ഒരു ചോദ്യം ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളെല്ലാവരും സംശയിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഇതേ ചോദ്യം കുറഞ്ഞ പക്ഷം 1947 അധികാരം കിട്ടിയ നിമിഷമെങ്കിലും ചോദിക്കാമായിരുന്നു. ചോദിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സംഘടനയുടെ അനുയായികൾ കോൺഗ്രസ്സിലും ശക്തമായ സാന്നിധ്യം തെളിയിച്ചു എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കോൺഗ്രസും RSSും സഹകരിച്ചും ഒന്നിച്ചുമാണ് ഏറെക്കുറെ മുന്നേറിയത്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്ന് കാണാം. അന്നൊന്നുമില്ലാത്ത ഒരു രജിസ്ട്രേഷൻ ആവശ്യകത ഇപ്പോൾ എങ്ങനെയാണ് ഉന്നയിക്കുക? മാത്രമല്ല, കർണാടക ആഭ്യന്തരമന്ത്രി ഇത് ചോദിച്ചു എന്നോ അവിടുത്തെ കോൺഗ്രസ് പ്രസിഡന്റ് അതിനെ പിന്താങ്ങി എന്നതോ കൊണ്ട് മാത്രം രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന സംഘടന ഈ കണക്കുകൾ ബോധിപ്പിക്കുമെന്നോ
ഇതിൻ്റെ പേരിൽ അവർക്കെതിരെ കോൺഗ്രസ്സുകാരോ കർണാടക സർക്കാർ എന്തെങ്കിലും നടപടിയെടുക്കുമെന്നോ ഉള്ള പ്രതീക്ഷയൊന്നും ഇവിടെ ആർക്കുമില്ല. കോൺഗ്രസ് വിചാരിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഭരണഘടനാപരമായ ദൗത്യം കൃത്യമായും കണിശമായും നിർവഹിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ RSS ഇന്ന് ഭരണത്തിൻ്റെ അരികെ പോലും വരുമായിരുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും RSSന് തീർച്ചയായും ഈ രാജ്യത്ത് പ്രവർത്തിക്കാനും മറ്റുമുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളപ്പോൾ തന്നെ അത് ഭരണഘടനയോടും രാഷ്ട്രത്തോടും അവർ അവകാശപ്പെടുന്ന തരത്തിലുള്ള രാജ്യ സ്നേഹത്തോടും കൂറുള്ളവരാണെങ്കിൽ അവർ അതിൻ്റെ കൃത്യമായ കണക്കുകൾ അതിൻ്റെ സുതാര്യതയ്ക്ക് വേണ്ടി മറ്റാരെയും ഭയപ്പെട്ടുകൊണ്ടോ കോൺഗ്രസിന് കീഴടങ്ങിക്കൊണ്ടോ അല്ല, അതിൻ്റെ സുതാര്യതക്കും അത് അവകാശപ്പെടുന്ന അതിൻ്റെ സനാതന മൂല്യങ്ങൾക്കും വേണ്ടി അത് അതിൻ്റെതായ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കണം. കണക്കുകൾ ബോധിപ്പിക്കേണ്ടതില്ല, പക്ഷേ കണക്കുകൾ ബോധിപ്പിക്കാൻ തക്ക രീതിയിൽ ശരിയാക്കണം, കൃത്യമായി സൂക്ഷിക്കണം എന്നുള്ളതാണ് ഒരു ശരാശരി പൗരന് പറയാനാവുക. രാഷ്ട്രീയ സ്വയം സേവകനോട് ചോദ്യം ചോദിച്ചാൽ രാഷ്ട്രദ്രോഹിയാവുക, അതായി മുദ്രകുത്തപ്പെടുക എന്നുള്ളതിനൊരു ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയെ ആക്രമിച്ച RSSകാരൻ പറഞ്ഞത് അവൻ രാഷ്ട്രദ്രോഹിയാണ്. രാഷ്ട്രത്തോട്, രാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കുന്നവർ മുഴുവൻ രാജ്യദ്രോഹികളാണ് എന്നാണ് വിവക്ഷ. പ്രിയങ്ക് ഖാർഗെക്ക് ഒരു ഉത്തരവും ലഭിക്കാൻ പോകുന്നില്ല. ആ ലഭിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു നടപടിയും എടുക്കാനുമാവില്ല എന്നതിനൊക്കെ പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏത് നിമിഷവും ശ്രീമതി സോണിയ രാജീവിൻ്റെ ഉത്തരവ് വന്നേക്കാം പ്രിയങ്ക ഖാർഗിനെതിരായി. കാരണം ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് ആരെയും വിഷമിപ്പിക്കരുത് എന്ന് ആ മഹതി പറഞ്ഞുകൂടായികയുമില്ല. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇതപര്യന്തമുള്ള നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ചോദ്യം ചോദിച്ചയാൾ ഒരുപക്ഷെ കോൺഗ്രസിൽ അവഗണന നേരിടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങളാവാം, പക്ഷെ അത് ആരോട്, എങ്ങനെ, എപ്പോൾ എന്നതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും ജാഗരൂകത പാലിക്കേണ്ടി വരും. 54 കൊല്ലം അധികാരത്തിലിരുന്നിട്ടും ചോദിക്കാനാവാത്ത ചില ചോദ്യങ്ങൾ ഈ 101-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘിനോട് ചോദിച്ചല്ലോ എന്നൊരു മഹത്വം ഏതായാലും പ്രിയങ്ക് ഖാർഗെക്കുള്ളതാണ്. 1947 മുതൽ 77 വരെ എതിരില്ലാതെ നീണ്ട 30 വർഷം ഭരിച്ചപ്പോൾ RSSനോട് ഈ ചോദ്യം ചോദിക്കാൻ കോൺഗ്രസിനായില്ല. 1980 മുതൽ 89 വരെ വീണ്ടും ഒരു 9 കൊല്ലം ഭരിച്ചപ്പോഴും അവർക്ക് ചോദിക്കാനായില്ല. കോൺഗ്രസിന് RSSനോടൊരു ചോദ്യവും ചോദിക്കാനായില്ല. പിന്നീട് 91 മുതൽ 96 വരെയുള്ള 5 വർഷം ഭരിക്കുകയുണ്ടായി, അപ്പോഴും ചോദിക്കാനായില്ല. പിന്നീട് 2004 മുതൽ 2014 വരെ 10 വർഷം കോൺഗ്രസ് അധികാരത്തിലുണ്ടായിട്ടും ഒരു ചെറുവിരലനക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 തവണ നിരോധമുണ്ടായതുപോലെ തന്നെ 2 തവണ അത് നീക്കപ്പെടുകയും ചെയ്തു. ഇതിനൊക്കെ പുറമെ RSS രാജ്യത്ത് അതിൻ്റെ പോഷക സംഘടനകളും രാജ്യത്തുണ്ടാക്കിയ അനേകം പ്രവർത്തനങ്ങൾ, സംഭാവന ചെയ്ത, കാഴ്ചവെച്ച അനേകം പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെറുവിരൽ അനക്കാൻ പോലും പൂർണ്ണ സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ടായിരുന്ന കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇനി ഈ ദുർബലാവസ്ഥയിൽ, ഇത്രയും ദുർഘടമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന കോൺഗ്രസിന് കേവലം 1-2 സ്റ്റേറ്റുകളിലെ അധികാരം വെച്ചുകൊണ്ട് ലോകം മൊത്തം അടക്കി ഭരിക്കുന്ന, രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന RSSനെതിരെ എന്ത് നടപടി എടുക്കാനാണ് ആവുക എന്ന് ചോദിക്കുന്നില്ല.